സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തുന്നു. രാവിലെ 11:30 കൊച്ചിയിലെ ദക്ഷിണ നാവിക ആസ്ഥാനത്ത് വിമാനമാർഗം എത്തുന്ന പ്രധാനമന്ത്രിക്ക് ഔദ്യോഗിക സ്വീകരണം നൽകും. 12 മണിക്ക് മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ നടക്കുന്ന അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സംഗമവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലൂരിൽ നടക്കുന്ന റോഡ് ഷോയിലും NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകാം. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത്. മാത്രമല്ല NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ഒരു തുടക്കം കുറിക്കുകയും കൂടി ചെയ്യുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട ഏതൊക്കെ പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുക? ലിജിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രിക്ക് പ്രധാനമായിട്ടും 3 പരിപാടികളാണ് ഇന്ന് കൊച്ചിയിലുള്ളത്. അതൊന്ന് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയും ഒപ്പം തന്നെ 2 പരിപാടികൾ. ഒന്ന് അത് അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയും കൂടാതെ NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗം. ഇങ്ങനെ 3 പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് കൊച്ചിയിലുള്ളത്. ഏതായാലും NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കൽ കൂടിയായിരിക്കും ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി ഇത് സംഭവിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. വലിയ ആവേശത്തിൽ തന്നെയാണ് ഏതായാലും BJP പ്രവർത്തകരും ഉള്ളത്. പ്രധാനമന്ത്രി ഇന്ന് നടത്തുന്ന ഈ പരിപാടികൾ, കൊച്ചിയിൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ വെച്ച് കേന്ദ്ര സർക്കാരിന്റെ 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൂടി അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. ദേശീയപാത 66ന്റെ 2 റീച്ചുകളുടെ ഉദ്ഘാടനം, ഒപ്പം തന്നെ 5,500 കോടിയിലധികം രൂപ ചെലവിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കൊച്ചി റിഫൈനറിയിൽ നിർമ്മിക്കുന്ന പോളിപ്രൊപ്പലിൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം അടക്കം അങ്ങനെ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനമാണ് കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്റ്റേഡിയത്തിലെ ഈ ഔദ്യോഗിക പരിപാടി നടക്കുന്ന വേദിക്ക് തൊട്ടടുത്തായി തന്നെ BJPയുടെ NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗം കൂടി ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ പരിപാടി നടക്കുക. ഏതായാലും 11:00 പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുന്നത്. ആദ്യം നെടുമ്പാശ്ശേരിയിലെത്തും. അതിനുശേഷം അദ്ദേഹം ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്ക് എത്തും. അവിടെ നിന്നും റോഡ് മാർഗമാണ് ഈ എത്തുന്നത്. ഏതായാലും ആദ്യം അദ്ദേഹം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ധീവരസഭയുടെ പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം പിന്നീട് കലൂരിലേക്ക് എത്തും. കലൂരിൽ നിന്ന് അല്പനേരം അദ്ദേഹത്തിന്റെ ഒരു റോഡ് ഷോ ഉണ്ട്. റോഡ് ഷോയ്ക്ക് ശേഷമാണ് ഏതായാലും മറ്റ് ഈ ഔദ്യോഗിക പരിപാടിയും BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്കൊക്കെ എത്തുന്നത്. ഏതായാലും രാവിലെ മുതൽ തന്നെ BJP പ്രവർത്തകരൊക്കെ ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി, നിങ്ങൾ BJPയുടെ ഈ പ്രധാനമന്ത്രി പരിപാടിക്ക് എത്തിയതാണ്? തീർച്ചയായിട്ടും അതെ. എങ്ങനെ, വലിയൊരു ആവേശത്തിലാണോ? പിന്നെ ആവേശത്തിലാണോന്നോ അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ പ്രധാനമന്ത്രിനെ കാണാനുള്ള എല്ലാവിധ. എവിടെന്നാണ് നിങ്ങൾ വരുന്നത്? ഞാൻ വരാപ്പുഴ, എറണാകുളം ജില്ലയിൽ തന്നെ വരാപ്പുഴ എന്നുള്ള. വളരെ നേരത്തെയാണ് കാര്യം. അദ്ദേഹത്തിന്റെ പരിപാടി ഇവിടെ ഉച്ചക്കാണ് നടക്കുന്നത്. ഇത്ര നേരത്തെ വോളണ്ടിയേഴ്സും കൂടെയാണ്. അത് ലിജിൻ, അത് അവര് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ പരിപാടിയുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള ആളുകൾ, അതായത് അതിന്റെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള BJPയുടെ പ്രവർത്തകരൊക്കെ ഇപ്പോൾ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ NDAയുടെ കൺവെൻഷനിൽ 2020യും ഒപ്പം തന്നെ BDJS അടക്കമുള്ള NDAയുടെ 12ഓളം ഘടകകക്ഷികളുടെ നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും. 5000-ഓളം പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നേരത്തെ ഇന്നലെയൊക്കെയെല്ലാം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പ്രതികരിച്ചത്. ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടക്കുന്നു. BJPയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ തുടക്കം കുറിക്കൽ കൂടിയായിരിക്കും ഇന്നത്തെ ഈ പ്രധാനമന്ത്രി. ലിജിൻ, കിരൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. സ്വാഭാവികമായും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളും മറ്റ് ചെറിയ ചെറിയ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPയും NDAയും ഉണ്ടാക്കിയ മുന്നേറ്റം വളരെ വലുതാണ്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരി കോർപ്പറേഷനൊക്കെ BJP പിടിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രധാനമന്ത്രി കൂടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് കേരളത്തിലെത്തുമ്പോൾ, അതും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെത്തുമ്പോൾ, ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് NDAയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഊർജ്ജം പകരുന്നു. അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർക്ക് കുറച്ചുകൂടി കരുത്ത് പകരുന്ന ഒരു നീക്കമായി മാറുകയില്ലേ? ആ രീതിയിൽ തന്നെയായിരിക്കുമല്ലോ പ്രവർത്തകരും നേതാക്കളും അദ്ദേഹത്തെ സന്ദർശനത്തിനെയും നോക്കിക്കാണുന്നത്.
തീർച്ചയായിട്ടും ലിജിന് ഈ 30-35 ദിവസങ്ങൾ മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്താൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് എത്താനായിട്ട് ബാക്കിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിൽ ഉണ്ടാവുന്നത് കേരളത്തിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം തന്നെയാണ്. ഇതിനോടകം തന്നെ BJP പ്രവർത്തകർ പല സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിൽ പോലും ആരൊക്കെയായിരിക്കും ഓരോ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ ഏകദേശം ഒരു വ്യക്തതകളൊക്കെ ലഭിച്ചിരുന്നതാണ്. അതുകൊണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തനം സ്ഥാനാർത്ഥികൾ ഇറങ്ങി വീടുകളിൽ സമ്പർക്കം ചെയ്യുന്നു, പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പ്രവർത്തകർക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള ആവേശങ്ങളുണ്ട്. കൂടാതെ ഈ അടുത്ത കാലത്തേക്ക് BJPയിലേക്ക് കടന്നുവരുന്ന മുന്നണികളുടെ പ്രത്യേകിച്ച് 2020 അടക്കമുള്ള പാർട്ടികൾ കടന്നുവരുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ എല്ലാം വലിയൊരു ആവേശം തന്നെയാണ് BJPയെ സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഔദ്യോഗികമായ തുടക്കം കുറിക്കൽ കൂടിയായിരിക്കും എന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ചൊരു ട്വീറ്റ് എക്സിൽ കുറിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഈ ഇതിനെ വ്യക്തമായി തന്നെ, അതായത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ട്വീറ്റ് ആയിരുന്നു ഇന്നലെ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ദുർഭരണത്തിനെതിരായിട്ടുള്ള സദ്ഭരണം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഒരു തയ്യാറെടുപ്പാണ്. ഏതായാലും അത്തരത്തിലൊരു സദ്ഭരണം കേരളത്തിൽ ഉണ്ടാകും എന്ന പ്രഖ്യാപനമായിരുന്നു നേരത്തെ ഈ ട്വീറ്റിലൂടെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അദ്ദേഹം മലയാളത്തിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അതിന്റെ ഒരു ഔപചാരികമായിട്ടുള്ള തുടക്കം ഏതായാലും പ്രധാനമന്ത്രി പല മണ്ഡലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ യുടെ പട്ടികയിൽ മുൻനിരയിലുണ്ടായിട്ടുള്ള അവരൊക്കെ എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആർ ശ്രീലേഖയും ഒപ്പം തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖറും പാലക്കാട് ശോഭാ സുരേന്ദ്രനൊക്കെ പ്രവർത്തനത്തിലേക്ക് അവർ മുന്നിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവരുടെ അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും പല മേഖലയിലുള്ള ആളുകളെയൊക്കെ. ശരി കിരൺ, എന്തായാലും ഇന്ത്യയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ, അതും ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിൽ വരികയാണ്. അദ്ദേഹം വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അദ്ദേഹം എത്തുമ്പോൾ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും BJP ഓരോ ദിവസം കഴിയും തോറും അവരുടെ വോട്ട് വിഹിതത്തിലും വോട്ട് ശതമാനത്തിലുമൊക്കെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ദർശനം BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, വിശേഷമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർക്ക് കരുത്ത് പകരും, ഊർജ്ജം പകരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കിരണായിരുന്നു വിവരങ്ങൾ നൽകിയത്.